ഇന്നലെ തൈക്കണ്ടി വീണയുടെ HDFC ബാങ്കിന്റെ തിരുവനന്തപുരത്ത് ആയുർവേദ കോളേജ് ജംഗ്ഷനിലുള്ള HDFC ബാങ്കിന്റെ ലോക്കർ പരിശോധിച്ചു. നമ്മുടെ ED വന്ന് തുറന്ന് പരിശോധിച്ചു. അതിനകത്തൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. ഇന്നലെ ബജറ്റ് ആയതുകൊണ്ട് അത് സത്യം പറഞ്ഞ മാധ്യമങ്ങൾ വലിയ വാർത്തയാകാതെ പോയി എന്നുള്ളതാണ്. കിട്ടിയില്ല. പക്ഷേ ഭയങ്കര ആഹ്ലാദമാണ് ആർക്ക്? പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അടിമ കമ്മികൾക്ക്. അവർ പറയുന്നത് എന്തോ കിട്ടി അതിനകത്തുനിന്ന്. ഇന്നലെ എന്താ പിന്നെ പത്രസമ്മേളനത്തിൽ വലിയ ആത്മവിശ്വാസത്തോടെ അദ്ദേഹം പറഞ്ഞു, എന്താ വിസ്മയങ്ങൾ ഉണ്ടെങ്കിൽ വരട്ടെ എന്ന് അദ്ദേഹം പറഞ്ഞു, എടുത്തോണ്ട് പോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ അടിമ കമ്മികളോടും അന്തം കമ്മികളോടും, അതായത് ഇവിടുത്തെ വിവരമുള്ള പൊതുജനങ്ങളുടെയാണ്, ഇവിടെ ഇത്രയും വലിയ തട്ടിപ്പ് നടത്തിയേച്ച് ഈ ലോക്കറിനകത്ത് ഈ സാധനം കൊണ്ടുവെക്കാൻ തക്ക മണ്ടരാണോ ഈ ഈടിന്ന് പോയവര്? അല്ല, ഇത് കൊണ്ടുവെക്കുമെന്ന് അവർ കരുതിയിട്ടാണോ പോയത്? അല്ല, അതൊരു നടപടിക്രമത്തിന്റെ ഭാഗം മാത്രമാണ്. EDയെ സംബന്ധിച്ചിടത്തോളം ലോക്കർ തുറന്ന് പരിശോധിക്കുക എന്നുള്ളത് അവരൊരു നടപടിക്രമം മാത്രമാണ്. അത് ഇവിടുത്തെ മാധ്യമങ്ങൾ പുറകെയാണെന്ന് ഇത് വലിയ സംഭവമാക്കി എന്നുള്ളത്. അല്ലേ തന്നെ നമുക്ക് ചിന്തിക്കാമല്ലോ, പിണറായി വിജയനും മകളും ഏതായാലും മന്ദബുദ്ധികളോ പിന്നെ സ്ഥിരതയില്ലാത്തവരോ നല്ല ബിസിനസ്സുകാരാണ്. അവർ നല്ല ബിസിനസ്സുകാരാണ്. അവരാരെങ്കിലും ഇത്രയും വലിയൊരു കള്ളത്തരം കാണിച്ചിട്ട് അതിനകത്ത് ഇതുകൊണ്ട് വയ്ക്കും? അതെ, അത് ഒരിക്കലും ചെയ്യില്ല. എന്താണ്, അവർക്ക് മാറ്റാനുള്ളതൊക്കെ മാറ്റിയെങ്കിൽ പോലും പക്ഷേ ഇവരെ ഡിജിറ്റൽ രേഖകളും മറ്റുമൊക്കെ ആയിട്ടാണ് ഈ SFIO ഇവരെ പൂട്ടിയത്. അല്ല, മാത്രമല്ല ഏതാണ്ട് 3 മണിക്കൂറോളം അതിനകത്ത് ബാങ്കിലുണ്ടായിരുന്നവർ ഉണ്ട്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ട് എത്ര തവണ ഈ ലോക്കർ തുറന്നിട്ടുണ്ടെന്നുള്ളത് അതിന്റെ ഡീറ്റെയിൽസ് അവിടെ ഉണ്ട്. എല്ലാം അത് പരിശോധിക്കാനാണ് വന്നത്. ഈ അലമാരിക്കകത്ത് ഡോക്യുമെന്റ് വെച്ചിട്ട് അതാണ് അത്. പക്ഷേ നമ്മുടെ പാവം അന്തം കമ്മി, അടിമ കമ്മി, തലച്ചോറ് പണയം വെച്ച ആൾക്കാർക്ക് മനസ്സിലാവില്ല. അവർ വിചാരിച്ചിരിക്കുന്നത് പിണറായി വിജയന്റെ മോളുടെ ലോക്കർ വന്നപ്പോൾ ഒന്നും കിട്ടിയില്ല, കുറ്റവിമുക്തയാക്കി പറഞ്ഞു വിട്ട് പൊക്കോ എന്നാണ്. പക്ഷെ അങ്ങനെയല്ല. ഇവർ ഏതൊക്കെ അവസരങ്ങളിലാണ് ഈ ലോക്കർ തുറന്നിട്ടുള്ളത്? എന്നാണ് ഇവർ ലോക്കർ തുറന്നത്? ഈ HDFC ബാങ്കിന്റെ അക്കൗണ്ടിൽ ഇവർക്ക് എത്ര പണം വന്നു പോയി? ഏതൊക്കെ അവസരങ്ങളിലാണ് ഇവർ ഇവിടെ വന്ന് ഈ ലോക്കർ തുറന്നത്? ലോക്കർ എന്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള വീണ ചോദ്യം ചെയ്തതാണ്. അതെ, അത് പുറകെ വരത്തുള്ളൂ. ഇതെല്ലാം ശേഖരിച്ചതിന് ശേഷം വരത്തുള്ളൂ. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി. എന്നാലും മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ള ഗമയിൽ വീണ തൈക്കണ്ടി അവിടെ വന്ന് കുത്തിയിരിക്കേണ്ടി വന്നില്ലേ? മാസ്ക് വെച്ചോണ്ട് തന്നെ വന്നത്. എന്നാലും മാസ്ക് വെച്ചെങ്കിലും ഇല്ലെങ്കിൽ, എന്നാലും കോവിഡ് കാലത്ത് ആരംഭിച്ച ഈ ഒരു പരിപാടി മാസ്ക് ഉണ്ടല്ലോ, നമ്മളെ പല തട്ടിപ്പാർക്ക് ഇപ്പോൾ ഒരു വലിയൊരു ഗുണകരമായി മാറിയിരിക്കണം. അതാണ്. ഇപ്പോൾ കോവിഡ് ഒന്നും ഇല്ലെങ്കിലും പോലീസ് പിടിക്കാവുന്ന മാസ്ക് എടുത്ത് വയ്ക്കും. നമ്മൾ നല്ല ക്രിമിനൽ പുള്ളികളൊക്കെ പിടിച്ചോണ്ട് എല്ലാവരും മൊത്തം മാസ്ക് വെച്ചിട്ടുണ്ട്. എല്ലാവരും പോലീസ് മാസ്ക് വെച്ചിട്ടാണ് കൊണ്ടുപോകുന്നത്. എന്താണെങ്കിലും ഈ ഒരു പരിശോധന കഴിഞ്ഞപ്പോഴത്തേക്ക് പിണറായി വിജയനും അദ്ദേഹത്തിന്റെ അന്തം കമ്മികളും സോഷ്യൽ മീഡിയ മനസ്സിലായി കാണും. അങ്ങനെ പറയാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ പിണറായി വിജയൻ ഇന്നലെ ഉദ്ദേശിച്ചത് ആത്മവിശ്വാസം പകരുകയാണ് അദ്ദേഹം. അവിടെയാണ് അദ്ദേഹം ഇന്നലെ ഇപ്പൊ എന്തായാലും ഞങ്ങളുടെ ലോക്കറിലൊന്നുമില്ല, ഞങ്ങൾ എന്തോ ചെയ്യാനാ എന്നുള്ള അർത്ഥത്തിലാണ് അദ്ദേഹം ഇന്നലെ പത്രസമ്മേളനത്തിൽ വലിയ കാച്ചി ലോക്കർ തുറന്ന് വിസ്മയങ്ങൾ ഉണ്ടെങ്കിൽ എടുത്തോട്ടെ എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. പക്ഷെ വിസ്മയങ്ങൾ ലോക്കറിനകത്തായിരുന്നില്ല. ഡിജിറ്റൽ വിസ്മയങ്ങളുണ്ട്, അതുപോലെ ലോക്കർ തുറന്ന വിസ്മയങ്ങളും ഉണ്ട്. ഈ ഇദ്ദേഹം ഇവിടെ നിന്ന് തള്ളുമ്പോൾ മോൾ അവിടെ നിന്ന് വിയർക്കുകയായിരിക്കും. 3 മണിക്കൂർ വരെ മുമ്പേ ഇദ്ദേഹം ഇവിടെ നിന്ന് തള്ളത്തേ ഉള്ളൂ, കാരണം അത് വിയർക്കുകയാണ്. ഇനി അത് മാത്രമല്ല, ആ SFIOയുടെ രേഖകൾ ഇതുവരെ EDക്ക് കിട്ടിയിട്ടില്ല. അത് കിട്ടിയാൽ മാത്രമേ അവർക്ക് അടുത്ത് പ്രൊസീഡ് ചെയ്യാനും വീണ്ടും സമൻസ് അയച്ച് വിളിപ്പിക്കാനും ഒക്കെ പറ്റുള്ളൂ. 10 ദിവസമാണ് സമയം അനുവദിച്ചിരുന്ന ഹൈക്കോടതി. അത് ഇന്നലെ അവസാനിച്ചു, അത് കൊടുത്തിട്ടില്ല. പക്ഷേ SFIOയുമായിട്ട് ഡയറക്റ്റ് ED ചർച്ച നടത്താൻ പോകുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായിട്ട് പുറത്തു വന്നിരിക്കുന്ന വിവരം. അത് ചെയ്യണമല്ലോ, അത് അവരുടെ ബാധ്യതയില്ലേ. 2 പ്രധാന അന്വേഷണ ഒരു ഏജൻസികളാണല്ലോ. അപ്പോൾ ഈ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഈ വിഷയങ്ങളിൽ SFI അവരുടെ കയ്യിലുള്ള എല്ലാ ഡീറ്റെയിൽസും ED കൊടുക്കേണ്ടതാണ്. EDയെ സംബന്ധിച്ചിടത്തോളം SFIOയുമായിട്ടുള്ള ആ ഒരു ഡിസ്കഷന് ശേഷമാണ് അവർക്ക് അതിൻ്റെ ചിത്രം തെളിയുക. ഇപ്പോൾ ഇതിനകത്ത് ശരിക്കും കുടുങ്ങാൻ പോകുന്ന ഈ SFIOയുടെ റിപ്പോർട്ടിലാണ് ഇവർ കുടുങ്ങാൻ പോകുന്നത്. അതിനകത്ത് 134 പേജ് അല്ലേ, 134 ഡോക്യുമെന്റ്സ് ആണ്. അതാണ്. അപ്പോൾ അതിനകത്ത് 2 പ്രധാനപ്പെട്ട ഡോക്യുമെന്റ്സ് ഉണ്ട്. ഒന്ന് കരിമണൽ കർത്തായുടെ CMRLന്റെ ചീഫ് ജനറൽ മാനേജറുടെയും ചീഫ് ഫിനാൻഷ്യൽ മാനേജറുടെയും, രണ്ടുപേരും സുരേഷ് കുമാറാണ്. സുരേഷ് കുമാർ. ഇവരുടെ 2 പേരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് SFIO ഇതിനകത്ത് കോഴപ്പണം ഉണ്ട് എന്ന് സ്ഥിരീകരിച്ചത്. അതിനകത്ത് ഇപ്പം പ്രധാനമായിട്ടും കോഴപ്പണം ഇവർക്ക് മാത്രമല്ലല്ലോ, ബാക്കി എല്ലാ രാഷ്ട്രീയ നേതാക്കൾക്കും മാസപ്പടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ മാസപ്പടി കൊടുത്തതിനകത്ത് നമ്മുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ പേര് വരെ ഉണ്ട്. പക്ഷെ അവിടെ പ്രശ്നം അവിടെയല്ല, അത് അയാൾ കൊടുത്തു, സംഭാവന കൊടുത്തതാണ്. അവരാ പണം എന്ത് ചെയ്തു എന്നുള്ളതിൻ്റെയൊക്കെ അന്വേഷണം പിന്നീടാണ് വരാൻ പോകുന്നത്. അത് പിന്നാലെ വന്നു. ഇവിടുത്തെ പ്രശ്നം എന്താണ്? മുഖ്യമന്ത്രി ആയിരിക്കെ പിണറായി വിജയന്
CMRL വഴിവിട്ട സഹായം ചെയ്യാൻ വേണ്ടി കോഴ കൊടുത്തതാണെന്നുള്ള ഒരു മൊഴിയുണ്ട്. അതെ, അതാണ് മകൾ മുഖേന അതാണ് കൊടുത്തത് കൊടുത്തത്. SFIയുടെ മൊഴി. ആ ഒരു മൊഴിക്കകത്താണ് ഇപ്പോൾ കുടുങ്ങി. പിന്നീട് മാറ്റാനൊക്കെയുള്ള ശ്രമം നടത്തിയിട്ട് ഒന്നും ആ മൊഴി നടന്നില്ല. മാറ്റാൻ വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തി. അത് പിണറായി വിജയൻ നൽകിയ സേവനങ്ങൾക്കുള്ള സർവീസ് ടാക്സ് ആണ് അങ്ങോട്ട്. നമ്മൾ പൊതുവെ പറയും സെറ്റ് ഷെയർ എന്ന് പറയും, വേർപ്പ് ഓഹരി എന്ന് പറയും. കാരണം വേർത്തതിൻ്റെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തില്ലെങ്കിലും ഒരു കാര്യത്തിന് നമ്മൾ കുറേ നമ്മൾ അധ്വാനിക്കാൻ മെനക്കെടാൻ പിന്നെ വിശാഖ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞാൻ മറ്റു രീതിയിൽ സഹായിക്കാൻ ഇറങ്ങി ഒരുപാട് സഹായം ഞാനങ്ങ് ചെയ്തു തന്നാൽ കുറേ സെറ്റ് ഷെയർ എനിക്ക് തരും. വേർത്തതിൻ്റെ ഇത് വിയർക്കാത്ത ഇത് ഇത് വേർക്ക നോക്കൂല. ഇത് നോക്കൂലിയാണ്. നോക്കൂലിങ്ങനെ ഇവരുടെ ഒരു മേഖലയായുണ്ട്. ഇത് നോക്കുകൂലി എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ ചെയ്തു കൊടുത്ത സഹായത്തിന് പൈസ കൊടുക്കണം. ആർക്ക് കൊടുക്കണം? പിണറായി വിജയന് കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ കൊടുക്കാൻ പറ്റുന്നത് മകനോ മകൾക്കോ ആണ്. ഇനി മകൻ എത്ര കൊടുത്തിട്ടുണ്ടെന്നുള്ളത് പിന്നാലെ നമുക്കറിയാൻ പറ്റൂ. ഇത് ഇന്ത്യയിൽ നടന്ന ട്രാൻസാക്ഷൻ. പുറത്തോട്ട് ഇനിയും കർത്തക്ക. പക്ഷേ കർത്തയ്ക്കൊരു കാര്യമുണ്ട്, കർത്തയ്ക്ക് ഇതിനകത്തില്ല കണക്കുണ്ട്. അത് ഇനി അവസാനം പിടിച്ചു നിൽക്കാൻ പറ്റാതെ ഇങ്ങനെ കള്ളത്തനം ചെയ്യുന്നവരെല്ലാം കൃത്യമായി കണക്കെഴുതി സൂക്ഷിക്കുക. അവർക്കറിയാം രാഷ്ട്രീയക്കാരനെ നമ്പാൻ കൊള്ളില്ല എന്നുള്ളത്. കാരണം അവസാന നിമിഷം എന്തെങ്കിലും പണി നമുക്കിട്ട് തന്ന് നമ്മളെ തലയ്ക്ക് വെച്ച് തലകൂരായി അവർ നോക്കുമെന്ന് അറിയാം. അത് സകല ഡോക്യുമെന്റ്സും കർത്തടയിൽ കാണും. അവസാനം ഇപ്പോൾ എന്താ സംഭവിക്കാമെന്നറിയോ? കർത്ത എല്ലാത്തിനും കണക്കെഴുതി വെച്ചിട്ടുണ്ട്. കർത്ത കുടുങ്ങുമെന്നാകുമ്പോൾ മാത്രമല്ല, കർത്ത കുടുങ്ങും. പിണറായി വിജയനെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ സാധിക്കില്ല. പിണറായി വിജയനെ കൊണ്ട് 5 വയസ്സിനും പ്രയോജനമില്ലെന്ന് കർത്തയ്ക്ക് അറിയാം. കർത്തയ്ക്ക് അതിനകത്തൊരു അങ്ങനെ ഒരു അവസ്ഥ വന്നാൽ കർത്ത ഉള്ള കാര്യം തത്ത പറയുന്ന പോലെ പറയേണ്ടി വരും. ഇല്ല കർത്തയ്ക്ക് പണിയാകും. കർത്തയും മക്കളും എല്ലാം പോയി ജയിലിൽ കിടക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ അവർ പറയും ഞങ്ങൾക്ക് ഇതുപോലെ ഇത് ചെയ്യാൻ തന്നു, അപ്പോൾ ഞങ്ങൾ ഇതിന് കോഴ കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് കർത്തയേക്കാൾ കൂടുതൽ പ്രശ്നം വരാൻ പോകുന്നു പിണറായി വിജയനും മകളും. കർത്തയുടെ ഭാര്യയും മോളുടെയും മൊഴി എടുത്തിട്ടുണ്ട്. അവരെന്താണ് പറഞ്ഞത് നമുക്ക് അറിഞ്ഞുകൂടാ. അതെ, ഈ വിഷയവുമായിട്ട് ബന്ധമില്ലാത്ത ഒരാളാണെങ്കിൽ അവർക്കിത് അറിയില്ലല്ലോ. അവർ ഞങ്ങൾ സ്വാഭാവികം അവർ നിഷേധിക്കത്തേ ഉള്ളൂ. ഇനി ഇതിനെ എല്ലാം കൂടെ കൂട്ടിയിരുത്തി ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകും, പിന്നാലെ വരും. ഇപ്പം SFIയുടെ രേഖകൾ വരുന്നതോടെയാവും ഇനി അങ്ങോട്ട് ഒരു ഗതി മാറുക എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യം ചെയ്യലിൻ്റെ പരമ്പര തന്നെ ഉണ്ടാവും. കാരണം ഈ 134 രേഖകൾ എന്ന് പറയുന്നത് അതിനുള്ളിൽ നിന്ന് വരുന്ന ഓരോ വരികളിലും ചോദ്യം ചെയ്യാനുള്ള വകുപ്പുണ്ടാവും. ഇപ്പോൾ ഇവിടെ കിടന്ന് കുറേ പേര് കിടന്ന് തള്ളിയത് കൊണ്ട് യാതൊരു കാര്യവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് അതിനകത്തെ പ്രധാനപ്പെട്ട കാര്യം. എന്താണെങ്കിലും ഇപ്പോൾ കാണിക്കുന്ന ആത്മവിശ്വാസം, പിണറായി വിജയൻ്റെ ആത്മവിശ്വാസം എല്ലാം തകർന്ന തരിപ്പണമായി നിൽക്കുകയായിരുന്നു. ഇന്നലെയാണ് പുള്ളി ഒരു ഇച്ചിരി ആത്മവിശ്വാസത്തിലൊന്ന് മകളുടെ വിഷയത്തിൽ മാധ്യമങ്ങളോടൊന്ന് പ്രതികരിക്കാൻ തയ്യാറായി. നേരത്തെ ഈ വിഷയങ്ങളിൽ പ്രതികരിക്കത്തില്ല. ഇന്നലെ അദ്ദേഹം അത് പ്രതികരിച്ചു. പ്രതിപക്ഷ നേതാവായപ്പോൾ പിണറായി വിജയന് നോട്ട്സ് ഇല്ലാതെ പത്രസമ്മേളനം നടത്താനറിയാം. ഇപ്പോൾ കന്നഡയില്ലല്ലോ. കന്നഡയില്ല, പക്ഷേ പറയാനറിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ വിഷയം അറിയില്ല. ഇന്നലെ വന്ന് നമുക്ക് അറിയാം ഇന്നലത്തെ ബജറ്റിനെ കുറിച്ചുള്ള പത്രസമ്മേളനം. എന്തോ വിഷയം പിടികിട്ടിട്ടില്ല. വിഷയം മനസ്സിലായില്ല. വിഷയം പിടികിട്ടിട്ടില്ല. വിഷയം പ്രതിപക്ഷ നേതാവ് പ്രതികരിക്കണമെങ്കിൽ പ്രതിപക്ഷ നേതാവിന് വിഷയം അറിയണം. ബജറ്റ് കണ്ട് കണ്ണു മഞ്ഞളിച്ചു പോയ പ്രതിപക്ഷ നേതാവ് പറയുന്ന ഒരു കാര്യം നവകേരള സൃഷ്ടിക്ക് തുടർച്ചയില്ല എന്ന് പറഞ്ഞാൽ ഇവരെ സൃഷ്ടിച്ച നവകേരളമാണ് മോക്ക് മാസം ഈ കൊള്ളയ്ക്ക് തുടർച്ചയില്ല എന്ന് പറയുന്നത്. കൊള്ള നിർത്താൻ ഈ ഒരു 5 കൊല്ലം കൂടെ കൊള്ളയടിച്ചിട്ട് ശിഷ്ടകാലം കഴിഞ്ഞ് സുഖഭരണത്തിലേക്ക് പോകാമെന്നാണ് അദ്ദേഹം കരുതിയിരുന്നത്. പക്ഷേ അത് നടന്നിട്ടില്ല. കാരണം പണ്ട് ലാലു പ്രസാദ് യാദവിനൊക്കെ വന്ന പോലെ കുടുംബസമേതം എല്ലാം അകത്ത് പോകും. ഫിലോമിന ചോദിച്ച പോലെ എടാ ഒരു കുടുംബം മുഴുവൻ കള്ളന്മാരോ എന്ന് ഫിലോമിന ഒരു സിനിമയിൽ ചോദിക്കുന്നുണ്ട്, ഗോഡ് ഫാദറിനകത്ത്. അപ്പോൾ അതുപോലെ ഒരു കുടുംബം മുഴുവൻ കള്ളന്മാരോ എന്ന് നമ്മുടെ ഈ നാട്ടുകാരെ കൊണ്ട് പറയിപ്പിച്ചതിന് ശേഷമായിരിക്കും ഇത് ചെയ്യുക. ഇപ്പോഴത്തെ ആശ്വാസങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ്. ലോക്കർ തുറന്നതിനകത്ത് ശൂന്യതയാണുള്ളതെങ്കിൽ പോലും ഇനി ഇതിനേക്കാൾ വലിയ ലോക്കറുകൾ നടപടിക്രമം മാത്രമാണ്. യഥാർത്ഥ ലോക്കറുകൾ ഡിജിറ്റൽ ലോക്കറുകളാണ്. അതെല്ലാം അവർ ഭംഗിയായിട്ട് വിലയിരുത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും ഇനി അങ്ങോട്ട് അന്വേഷണം മുന്നോട്ട് പോകുക.